ഹായ് നമസ്കാരം, എല്ലാവർക്കും എംഡിയുടെ സിവിൽ എഞ്ചിനീയറിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. നമ്മൾ അതിന്റെ 4th വീഡിയോ ആണിത്. നമ്മുടെ സിലബസ് വൈസ് കണ്ടന്റ് ആണ് ഈ സീരീസിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എൻട്രി സിവിൽ എഞ്ചിനീയറിംഗ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷന് എന്തുകൊണ്ടും ഇതൊരു അസറ്റ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ പുറമേയുള്ള വീഡിയോസ് മുന്നുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസ് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബിക്കോസ് നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് ഇനിയും അങ്ങോട്ട് കണ്ടന്റ് നിങ്ങൾക്ക് തരാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം ഈ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ സജഷൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ, ഏതെങ്കിലും സബ്ജക്ട്സ് നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കണ്ടന്റ് വേണോ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ 3 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ആണ്. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ കുറെ ബേസിക് മാത്തമാറ്റിക്സ് 8, 9, 10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മാത്സ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എ സർക്കുലർ കോൺ ടു എ സിലിണ്ടർ ഹാവിംഗ് സെയിം ഡയമീറ്റർ ആൻഡ് ഹൈറ്റ്. ഒരേ ഡയമീറ്ററും ഒരേ ഹൈറ്റുമുള്ള ഒരു സർക്കുലർ കോണിന്റെയും സിലിണ്ടറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് എ സർക്കുലർ കോൺ ടു എ സിലിണ്ടർ ഹാവിംഗ് സെയിം ഡയമീറ്റർ ആൻഡ് ഹൈറ്റ്. ഒരേ ഡയമീറ്ററും ഒരേ ഹൈറ്റുമുള്ള സർക്കുലർ കോണിന്റെയും സിലിണ്ടറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു സിലിണ്ടറിന്റെയും അതുപോലെ തന്നെ കോണിന്റെയും വോളിയത്തിന്റെ ഫോർമുലാസ് ഒന്ന് ഫസ്റ്റ് നോക്കാം. നമുക്ക് ഇതിന്റെ റേഷ്യോ ആണല്ലോ വേണ്ട. ഇപ്പൊ സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr²h ആണ്. വേറെ r is the radius and h is the height. So v is equal to πr²h ആണ്. എന്നാൽ ഒരു കോണിലേക്ക് വരുമ്പം സെയിം തന്നെ πr²hന്റെ 1/3 എടുക്കുന്നത് 1/3 into πr² വരും. ഇതിൽ നിന്ന് തന്നെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. വോളിയം ഓഫ് എ സിലിണ്ടർ ടു വോളിയം ഓഫ് എ കോൺ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് സിലിണ്ടർ ഓഫ് എ സർക്കുലർ കോൺ to a cylinder. അപ്പോൾ 1/3 πr²h divided by πr²h ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/3 അഥവാ 1:3 എന്ന ആൻസർ വരും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 1:3 ആണ് കറക്റ്റ് ആൻസർ. സോ രണ്ട് ഫോർമുല ഈ ഒരു ക്വസ്റ്റിലൂടെ പഠിച്ചു, വോളിയം ഓഫ് എ സിലിണ്ടർ ആൻഡ് വോളിയം ഓഫ് എ കോൺ. അടുത്ത ചോദ്യം നോക്കാം. If the radius of a sphere is doubled, then the volume is increased how many times? ഒരു സ്പിയറിന്റെ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്യുകയാണെങ്കിൽ വോളിയം എത്ര മടങ്ങ് ഇൻക്രീസ് ആവും? അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് എ സ്പിയർ എന്താ റേഡിയസ് ഡബിൾ ആക്കുക. r എന്ന് പറയുന്ന റേഡിയസ് എന്താക്കി മാറ്റും? നമ്മൾ 2r അഥവാ ഡബിൾ ആക്കി മാറ്റുന്നു. വോളിയം ഓഫ് എ സ്പിയറിന്റെ ഫോർമുല ഇവിടെ ഓർത്ത് വെക്കുക. 4/3 πr³ ആണ്. എന്താണ് 4/3 πr³? ഇതിൽ 4/3 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്. പൈ എന്ന് പറയുന്നത് 3.14 എന്ന് പറയുന്ന നമ്പർ ആണ്. r എന്ന് പറയുന്നതാണ് റേഡിയസ്. അതായത് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r raised to 3 അല്ലെങ്കിൽ r³ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് r എന്ന് പറയുന്നത് എന്തായി മാറി? 2r ആയി മാറി. സോ വോളിയം എന്തായി മാറും? 2r the whole cube അഥവാ 8r³ ആയി. വോളിയം എത്ര തവണ ഇൻക്രീസ് ചെയ്തു? ഇറ്റ് ഇൻക്രീസ് ബൈ 8 times. 8 തവണ ഇൻക്രീസ് ചെയ്തു. സോ റേഡിയസ് ഡബിൾ ആവുന്ന സമയത്ത് വോളിയം ഇസ് ഇൻക്രീസ്ഡ് 8 times. ഓപ്ഷൻ ഡി 8 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഏരിയ ഓഫ് എ ഹെക്സഗണൽ ലാമിന ഹാവിംഗ് സൈഡ് 4 cm. 4 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ഹെക്സഗണൽ ലാമിനയുടെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് എ ഹെക്സഗൺ h is equal to കണ്ടുപിടിക്കേണ്ട ഫോർമുല ഓർത്ത് വെക്കുക. 3√3/2 into a എന്നോ s എന്നോ കൊടുക്കാം. വേറെ സൈഡിന്റെ ലെങ്ത് ആണ് s എന്ന് പറയുന്നത്. അതായത് 3√3/2 into 4². That is 3√3/2 into 16 വരും. അതായത് 8 into 3 24√3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരും. ഓപ്ഷൻ എ 24√3 ആണ് കറക്റ്റ് ആൻസർ. സോ ഇവിടെ നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഓഫ് എ ഹെക്സഗൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 3√3/2 into s² എന്നുള്ള ഫോർമുല ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 1 meter is equal to. ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ റേഡിയസ് 1 meter ആണ്. അപ്പൊ നമുക്ക് ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയയും വോളിയമും കൂടി ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി സ്പിയറിന്റെ കണ്ടായിരുന്നു. സ്പിയറിന്റെ ഓൾറെഡി വോളിയം നമ്മളിവിടെ പറഞ്ഞായിരുന്നു 4/3 πr³ ആണ്.
ഹെമിസ്ഫിയർ വരുമ്പോഴത്തേക്ക് ഇതാണ് ഹെമിസ്ഫിയറിന്റെ സൈഡ്, ഒരു സൈസ് പകുതി ഹെമിസ്ഫിയറിന്റെ വോളിയം 4/3 πr³ ആണ് മൊത്തം ഒരു സ്ഫിയറിന്റെ എന്ത് പറയുന്നത് വോളിയം എന്ന് പറയും. അപ്പം ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. സോ വോളിയം എന്തായി മാറും? പകുതിയായി മാറും. സോ ഹാഫ് ഇൻറ്റു 4/3 πr³, അതായത് 2/3 πr³ ആണ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ശരിക്കും നമ്മള് സ്ഫിയറിന്റെ പഠിച്ചാൽ മതി, 4/3 πr³ ആണെന്ന് അറിഞ്ഞാൽ തന്നെ അതിന്റെ പകുതിയാണ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. 2/3 πr³ ആണ് നമുക്ക് വോളിയം ഓഫ് ഹെമിസ്ഫിയർ വരുന്നത്. ഓക്കെ, അടുത്തത് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ വരും. അപ്പൊ നിങ്ങൾ ഈ ഹെമിസ്ഫിയർ നോക്കുവാണെങ്കിൽ ഹെമിസ്ഫിയറിന്റെ മോള് ഭാഗത്ത് എന്തുണ്ട്? ഒരു കേർവ്ഡ് സർഫസ്, അതായത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കേർവ്ഡ് സർഫസും ഉണ്ട്. താഴെ ഭാഗത്ത് എന്തുണ്ട്? ഒരു ഫ്ലാറ്റ് സർഫസും ഉണ്ട്. മനസ്സിലായോ? ഒരു കേർവ്ഡ് സർഫസും ഉണ്ട്, ഒരു ഫ്ലാറ്റ് സർഫസും ഉണ്ട്. ഈ കേർവ്ഡ് സർഫസും ഫ്ലാറ്റ് സർഫസും കൂടി ആഡ് ചെയ്തെടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്ന മൊത്തത്തിലുള്ള സർഫസ് ഏരിയ. അപ്പൊ ഒരു ഹെമിസ്ഫിയറിനെ സംബന്ധിച്ച് പുറത്തൊരു കേർവ്ഡ് സർഫസും ഉണ്ട്, താഴെ ഒരു ഫ്ലാറ്റ് സർഫസും ഉണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ സം ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കേർവ്ഡ് സർഫസ് ഏരിയയുടെ അല്ലെങ്കിൽ ആ ഒരു ഹെമിസ്ഫിയറിന്റെ കേർവ്ഡ് സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 4πr² ആണ്. ഓക്കെ, എന്നാൽ ഫ്ലാറ്റ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞ ഒരു സർക്കിൾ ആണ്, πr² ആണ് ഏരിയ. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു πr² പ്ലസ് πr². സോ യുവർ വാല്യൂ വിൽ ബി 3πr². നിങ്ങൾ എങ്ങനെ വന്നു എന്നൊന്നും പഠിക്കേണ്ട, പക്ഷെ ചിലപ്പോൾ നമുക്ക് കേർവ്ഡ് സർഫസിന്റെ മാത്രം ഏരിയ ചോദിക്കാം, ചിലപ്പോൾ ഫ്ലാറ്റ് സർഫസിന്റെ മാത്രം ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ രണ്ടും വ്യത്യസ്തമായി നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ വരുന്നത് 3πr² ആണ്. അത് രണ്ട് പാർട്ടാണ്, ഒരു ഫ്ലാറ്റ് സർഫസും ഉണ്ട്, മുകളിൽ ഒരു കേർവ്ഡ് സർഫസും ഉണ്ട്. ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സർക്കിൾ ആണ്. സർക്കിളിന്റെ 6 ആണ് റേഡിയസിന്റെ, πr² ആണ് ഏരിയ. ഇനി കേർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 4πr². രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ 3πr² ആണ് സർഫസ് ഏരിയ. നമ്മുടെ ചോദ്യം എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 1 മീറ്റർ. സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? 3πr², where r is radius. 1 മീറ്റർ ആണ്. സോ 3π into 1² which is equal to 3π cm². ഓപ്ഷൻ ബി is your correct answer. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹെമിസ്ഫിയറിനെ ബേസ് ചെയ്ത് എന്ത് ചോദ്യം വന്നാലും, വോളിയം വന്നാലും, സർഫസ് ഏരിയ വന്നാലും, കർവ്ഡ് സർഫസ് ഏരിയ വന്നാലും, ഫ്ലാറ്റ് സർഫസ് ഏരിയ വന്നാലും ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, ദ റേഡിയസ് ഓഫ് എ സർക്കുലർ സെക്ടർ ഇസ് ഡബിൾ. ഒരു സർക്കുലർ സെക്ടറിന്റെ റേഡിയസ് നമ്മൾ ഡബിൾ ആക്കി, അതായത് r എന്ന് പറയുന്ന റേഡിയസിനെ നമ്മൾ എന്താക്കി മാറ്റി? 2r ആക്കി മാറ്റി. ഏരിയ ഇസ് ഇൻക്രീസ് ഹൗ മെനി ടൈംസ്? ഏരിയ എത്ര തവണ ഇൻക്രീസ് ചെയ്യും? 2, 3, 4, 8. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെക്ടർ എടുക്കാം. സെക്ടർ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ്. ഇതുപോലെ ഒരു സർക്കിളിന്റെ ഒരു പാർട്ടാണ്, തീറ്റയാണ് ആംഗിൾ എങ്കിൽ ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് സാധാരണ സർക്കിളിന്റെ ഏരിയ πr² ആണെന്ന് അറിയാം, ഇൻറ്റു θ/360, where θ is in degrees. ഓക്കെ, അതാണ് ഏരിയ ഓഫ് എ സെക്ടർ. ഇനി θ ഡിഗ്രീസിൽ തന്നാലാണ് നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടത്. റേഡിയൻസിലാണ് തരുന്നതെങ്കിൽ r² θ ഇൻറ്റു 1/2 ആണ്. റേഡിയൻസിലാണ് θ തന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് എന്താണ്? റേഡിയസ് ഓഫ് സെക്ടർ ഇസ് ഡബിൾ. റേഡിയസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും എന്താണ്? നമുക്ക് ഏരിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്? റേഡിയസ് ഇസ് ഡബിൾ. അപ്പൊ നമുക്ക് എന്താവും? നമ്മുടെ ഏരിയ ഇസ് ഇൻക്രീസ് 2r the whole square, that is 4 times. ഓപ്ഷൻ സി 4 times ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഫോർമുലാസ് ഒന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഇസ് ഡബിൾ ദ ബേസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ സിലിണ്ടറിനും ഉണ്ടല്ലോ, ഇതുപോലെ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ബേസ് ഏരിയ, ബേസ് എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കിളാണ്, ബേസ് ഏരിയ ഉണ്ട്. Then the ratio of height to radius ratio ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവേണ്ട കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്. ഓക്കെ, അതായത് കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സിലിണ്ടറിനെ സംബന്ധിച്ച് ഈ ഭാഗമാണ്. അതായത് സിലിണ്ടർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സിലിണ്ടറിനെ സംബന്ധിച്ച് കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ഫോം ചെയ്യുന്ന റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ബിയും ലെങ്ത് എല്ലും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഭാഗമാണ്, അതായത് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ്. സോ ഹൈറ്റ് ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ആണ്. സോ മൊത്തത്തിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2πrh. സോ ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πrh ആണ്. ഓക്കെ, ഇനി സിലിണ്ടറിന്റെ മനസ്സിലായല്ലോ, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് വരും, പിന്നെ അതുപോലെ തന്നെ b into h ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr വരും. അപ്പൊ 2πrh ആണ് നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ.
ഇനി ടോട്ടൽ സർഫസ് ഏരിയ നോക്കുവാണെങ്കിൽ എന്തൊക്കെ വരും? ഈ കർവ്ഡ് സർഫസ് ഏരിയയും വരും, അതുപോലെ തന്നെ 2 സർക്കിളും ഉണ്ട്. നോക്കിക്കോ, നമ്മളൊരു സിലിണ്ടർ വരയ്ക്കുമ്പോൾ എങ്ങനെയാ വരയ്ക്കുന്നത്? ഇങ്ങനെയല്ലേ സിലിണ്ടർ വരയ്ക്കുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ നടുക്കുള്ള റെക്ടാങ്കുലർ പോർഷൻ ഉണ്ട്, 1 സർക്കുലർ പോർഷൻ, 2 സർക്കുലർ പോർഷൻ. അപ്പൊ 1 2 2 സർക്കിൾസും വരും. അതായത് കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ, 2 സർക്കിളിന്റെ ഏരിയ വരും. അപ്പൊ ഓൾറെഡി നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടി. എത്രയാണ്? 2πrh ആണ്, പ്ലസ് 2 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾസ് എന്താണ്? 2 ഇൻറ്റു πr². 2πrh പ്ലസ് 2πr². സോ 2π അങ്ങ് പുറത്തെടുത്ത് 2πr അങ്ങ് പുറത്തെടുത്താൽ h പ്ലസ് r, അതായത് 2πr ഇൻറ്റു h പ്ലസ് r. ഈ ഫോമുലയും പഠിച്ചു. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയയും സിലിണ്ടറിന്റെ ഈ ഒരു ചോദ്യത്തിലൂടെ പഠിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന നമുക്ക് എന്താ? കർവ്ഡ് സർഫസ് ഏരിയ ഇസ് ഡബിൾ ദ ബേസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 2πrh. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബിൾ ദ ബേസ് ഏരിയ, അതായത് 2 ഇൻറ്റു ബേസ് ഏരിയ എത്രയാണ് നമുക്ക്? 2πr². ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു റേഡിയസ്? h/r-ന്റെ റേഷ്യോ ആണ് വേണ്ടത്. ഈ ആറും ഈ r² കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ഇതിന്റെ വാല്യൂ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എന്താ പറയുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ആയ 2πrh എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡബിൾ ദ ബേസ് ഏരിയ. ബേസ് ഏരിയയുടെ ഡബിൾ ആണെങ്കിൽ എന്താണ് റേഷ്യോ ഓഫ് ഹൈറ്റ് ടു റേഡിയസ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ, അതായത് 2πrh is equal to double the base area 2 times πr². ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ പറയാം. ഓക്കെ, h/r റേഷ്യോ പറയാം. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് ഉണ്ട്. 1:2, 2:1, 1:1.5, 1:1. ഒന്ന് കമന്റ് ചെയ്യാം ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, which of the following pair of lines cannot be parallel? പാരലൽ ആവാൻ പറ്റാത്ത പെയർ ഓഫ് ലൈൻസ് ഏതൊക്കെയാണ്? 2 tangents of a circle, 2 chords of a circle, 2 diameters of a circle, none of these. ഇതിൽ ഏതാണ് പാരലൽ ആവാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസേഴ്സ് ഏതാവാം? 2 tangents of a circle. അപ്പൊ ഒരു സർക്കിൾ വരച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ടാൻജൻസ് വരച്ച് നോക്കി. നിങ്ങൾ ടാൻജൻസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ടാൻജന്റ് വരാം, ഇങ്ങനെ ടാൻജന്റ് വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അപ്പൊ അത് പാരലൽ ആവാലോ. 2 chords of a circle, 2 chords of a circle നമുക്ക് ഇതുപോലെ പാരലൽ ആയിട്ട് വരാം. ഇനി 2 diameters of a circle, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയമീറ്റർ ആണ്, ഇതൊരു ഡയമീറ്റർ. അത് പാരലൽ ആവാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അത് പെർപെൻഡിക്കുലർ ആവാനേ പറ്റും. ബിക്കോസ് ദേ മസ്റ്റ് മീറ്റ് അറ്റ് ദ സെന്റർ. സെന്ററിൽ, അതായത് നമ്മുടെ സെന്റർ ഓഫ് ദ സർക്കിൾ മീറ്റ് ചെയ്തേ പറ്റൂ. സോ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി, 2 diameters of a circle ആണ്. അടുത്ത ചോദ്യം, ഹൗ ഫാർ വിൽ എ വീൽ ഓഫ് 1 meter diameter travel in 200 revolutions? 200 റെവല്യൂഷനിൽ 1 meter diameter ഉള്ള വീല് എത്ര ദൂരം സഞ്ചരിക്കും? നോക്കാം. ഒരു വീലുണ്ടെന്ന് വിചാരിക്കും. ആ വീലിന്റെ ഡയാമീറ്റർ ആണ് അല്ലെ 1 meter എന്ന് പറയും. അപ്പം നമുക്ക് ഈ ഒരു സർക്കിൾ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുക. ഇങ്ങനെ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു തവണ ഇത് ഉരുടുമ്പോഴത്തേക്ക് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ പെരിമീറ്റർ നീക്കുക. അതായത് ഈ സർക്കിളാർ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ സർക്കിളിനെ ഒരു കമ്പിയാണ് ചുറ്റും സർക്കിൾ വെച്ചേക്കുന്നത്, അതിങ്ങനെ വലിച്ചു നീട്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി വെക്കും. അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും അത് ആദ്യം ട്രാവൽ ചെയ്യുന്നത്. അതായത് അതിന്റെ പെരിമീറ്റർ, സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2πr. അതായത് 2r എന്ന് പറഞ്ഞാൽ d ആണ്. സോ π ഇൻറ്റു ഡി, ഡയമീറ്ററിന്റെ ടേംസിൽ π ഇൻറ്റു ഡി. അപ്പൊ ഒരു റെവല്യൂഷനിൽ അത് πd ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഇവിടെ എത്ര റെവല്യൂഷൻ ഉണ്ട്? 200 റെവല്യൂഷൻ ഉണ്ട്. 200 റെവല്യൂഷനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? സോ 200 ഇൻറ്റു π ഇൻറ്റു 1, അതായത് 200 ഇൻറ്റു 3.14. അപ്പം 628 മീറ്റർ വരും. ഓപ്ഷൻ ബി 628 മീറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരും. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മെനി ക്യൂബ്സ് ഓഫ് 3 meter edge can be cut out of a cube of 18 meter edge? അതായത് ഒരു 18 മീറ്റർ എഡ്ജിൽ നിന്ന് എത്ര 3 മീറ്റർ എഡ്ജ് ഉള്ള ക്യൂബ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഭയങ്കര ലെങ്തി ആയിട്ട് ചെയ്യാം, പക്ഷെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് നമ്മുടെ എത്ര മീറ്റർ കട്ട് ചെയ്തെടുക്കേണ്ടത്? 18 മീറ്റർ ആണ്. ഈ 18 മീറ്ററിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ക്യൂബിന്റെ സൈസ് എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് എത്ര ക്യൂബ് മൊത്തത്തിൽ എടുക്കാൻ പറ്റും? 6 ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? എത്ര ക്യൂബ് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് 6 ക്യൂബ് അല്ല, അതായത് 18 മീറ്റർ ആണ് നമ്മുടെ എഡ്ജ്. ആ എഡ്ജ് നമ്മള് 3 മീറ്റർ എഡ്ജുള്ള എത്ര ക്യൂബ് ആക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ എത്രയാണ് നമ്മുടെ ഒരു സൈഡ് എന്ന് പറയുന്നത്? നമുക്ക് 18/3, അതായത് 6 ആണ്. അപ്പൊ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് വലിയ ക്യൂബിന്റെ സൈഡ് എന്ന് നോക്കാം. 18 ആണ്. അതിന് എന്ത് ചെയ്യുക? നമുക്ക് ഉണ്ടാക്കേണ്ട ക്യൂബിന്റെ സൈഡ്, അതായത് 3 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 6 കിട്ടുമല്ലോ. ഈ 6ന്റെ ക്യൂബ് എടുക്കുക. അതായത് നമുക്ക് എത്ര വരും? 6 ക്യൂബ്
എത്രയാണ് ആൻസർ വരും? 216 വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 216. അപ്പൊ ഇതുപോലെ എത്ര സൈഡ് വേണം നിങ്ങൾക്ക് തരാം. ഫോർ എക്സാമ്പിൾ ഒരു 24 മീറ്റർ എഡ്ജ് ഉള്ളതിൽ നിന്ന് 3 മീറ്റർ എത്ര ക്യൂബ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യമെങ്കിൽ 24 ആദ്യം എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ആൻസർ എന്ത് വരും? 8 വരും. എത്ര നമ്പർ ഓഫ് ക്യൂബ്സ് വരും? 8 ക്യൂബ് ആയിരിക്കും ആൻസർ വരും. ഓക്കെ, അതുപോലെ ഏത് നമ്പർ വേണം നമുക്ക്? 30 ആണ് നമ്മുടെ സൈഡെങ്കിൽ നമുക്ക് 3 മീറ്റർ എഡ്ജ് ആണ് വേണ്ടെങ്കിൽ 10 ക്യൂബ്, അത്രയും ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ വലിയ സൈഡിനെ ചെറിയ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഹൗ മെനി നമ്പർ ഓഫ് ക്യൂബ്സ് എന്നുള്ള ആൻസർ. വലിയ ലെങ്ത് ആയിട്ട് ചെയ്യേണ്ട, നമുക്ക് ഫൈനൽ ആൻസർ മാത്രം മതി. അടുത്ത ചോദ്യം, a piece of wire 78 cm long is given the shape of an isosceles triangle. അതായത് ഒരു പീസ് ഓഫ് വയർ ഉണ്ട്, അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 78 സെന്റിമീറ്റർ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? രണ്ട് സൈഡ് സെയിം ആയിട്ടുള്ള, അതായത് 3 ABC 3 സൈഡാണ് ഒരു ട്രയാങ്കിളിൽ ഉള്ളത്. 1 2 3 ഇതിൽ രണ്ട് സൈഡ് സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ, the ratio of one equal side to the base is 5:3. അതായത് 5:3 ആണ്. അപ്പൊ ഇത് AA, ഇതാണ് ബേസ് B. അപ്പൊ നമുക്ക് 3 സൈഡ് ഉണ്ട് ട്രയാങ്കിളിന്റെ. ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്, അതായത് എ എന്ന് പറയുന്ന സൈഡിന്റെ ബേസിന്റെ റേഷ്യോ ആണ് 5:3. അങ്ങനെയാണ് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് ഇൻ സെന്റിമീറ്റർ. ബേസിന്റെ ലെങ്ത് ഇൻ സെന്റിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രപ്പോർഷൻ തരുന്ന സമയത്ത് നമുക്കറിയാം 78 സെന്റിമീറ്റർ ഉള്ള ഒരു പീസ് ഓഫ് വയർ നമ്മൾ ചുറ്റിച്ചൊരു ട്രയാങ്കിൾ ആക്കിയിരിക്കും. അപ്പൊ ആ തന്നിരിക്കുന്ന എന്താ ശരിക്കും? ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. അതായത് നമ്മുടെ തന്നിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ്, ആ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. ഓക്കെ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ A പ്ലസ് ബി, രണ്ട് സെയിം സൈഡ് പ്ലസ് ബി ആണ് ഈ 78 സെന്റിമീറ്റർ എന്ന് പറയാം. ഓക്കെ, അതിന്റെ റേഷ്യോ ആണ് എത്ര തന്നിരിക്കുന്നത്? 5:3 തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് സെയിം ആണ്. സോ 5x, ആ പ്രപ്പോർഷൻ എന്ത് ചെയ്യുക? എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് റേഷ്യോ പ്രപ്പോർഷൻ ഒരു റൂൾ ആണ്. അപ്പൊ നമുക്ക് രണ്ട് സാധനത്തിന്റെ റേഷ്യോ 5:3 ആണെന്ന് തന്നു കഴിഞ്ഞാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 5x + 3x എന്ന് എഴുതാം. അതായത് ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ഒക്കെ ചെയ്യാൻ പറ്റും ഒരു റേഷ്യോനെ. അപ്പം 5x പ്ലസ് രണ്ടാമത്തെ സൈഡും എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. 5x പ്ലസ് അടുത്ത എന്താണ്? നമുക്ക് 3 ആണ് അല്ലേ? മൂന്നാമത്തെ 5:3 അല്ലേ? 3x is equal to 78 സെന്റിമീറ്റർ. അതായത് 10 + 13x is equal to 78 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 78 ഡിവൈഡ് ബൈ 13. അപ്പം നമുക്ക് 6 3s are 18, 78, 6 വരും ആൻസർ. അതായത് എക്സിന്റെ വാല്യൂ 6 ആണ്. നമ്മുടെ ബേസിന്റെ സൈഡ് ആണ് 3x ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ 3x ആണ് ബേസിന്റെ സൈഡ്. അതായത് 3 × 6 which is equal to 18 സെന്റിമീറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 18 സെന്റിമീറ്റർ. മനസ്സിലായോ? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, രണ്ട് സൈഡ് സെയിം ആണ്. തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെയും ബേസിന്റെയും പ്രൊപ്പോർഷൻ ആണ് 5:3. അപ്പൊ രണ്ട് സൈഡ് 5, മൂന്നാമത്തെ സൈഡ് 3. കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x 3x. ഒരു 78 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ ആണ് മടക്കി നമ്മൾ ട്രയാങ്കിൾ ആക്കിയിരിക്കുന്നത്. സോ 5x + 3x ആണ് 78 എന്ന് പറഞ്ഞാൽ. അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. 3x ആണ് നമ്മുടെ ബേസ്, ലെങ്ത് ഓഫ് ദ ബേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 × x വാല്യൂ that is 18 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം, സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് is 150, find its volume. നമുക്ക് സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? 6a² ആണ് 150. therefore a² is equal to 150/6 വരും. that is 50/2 which is equal to 25. and a യുടെ വാല്യൂ എന്ത് വരും? √25, അതായത് 5 വരും. വോളിയം എന്ന് പറഞ്ഞാൽ a³ ആണ്, that is 5³ which is equal to 125 meter. ആൻസർ എന്ത് വരും? 125 meter എന്നാണ് ആൻസർ. ഓപ്ഷൻ എ. എളുപ്പമാണ്, ഫോർമുല അറിഞ്ഞാൽ മതി. 6a² ആണ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്, വോളിയം ഓഫ് എ ക്യൂബ് a³. അപ്പം a ആണ് സൈഡെങ്കിൽ വോളിയം a³ഉം സർഫസ് ഏരിയ എന്താണ്? 6a². അടുത്ത ചോദ്യം, the included angle of a parabola is approximately equal to dash area of the circumscribing parallelogram. ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇതാണ് പരാബോള. പരാബോളയുടെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പരാബോള എന്ന് പറയുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഇൻക്ലൂഡഡ് ഏരിയ ഓഫ് എ പരാബോള, അതായത് ഈ പരാബോളയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡാഷ്, അതായത് ഈ ഒരു സർക്കംസ്ക്രൈബ് ചെയ്തെടുക്കുന്ന പാരലലോഗ്രത്തിന്റെ ഏരിയയുടെ എത്ര പാർട്ടായിരിക്കും പറഞ്ഞ പരാബോളയുടെ ഏരിയ എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. 2/3 ആണ് ആക്ച്വലി ആൻസർ. ഓപ്ഷൻ ബി 2/3. ഈ കാര്യം അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.